ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോതമ്പ് പൊടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു ഇതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി. അപ്പോൾ അത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇത് ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ അടിപൊളിയിൽ സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അത് മാത്രമല്ല, നമുക്കിത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കതങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അതിനു വേണ്ടി മിക്സിയുടെ അരിയൊക്കെ അരച്ചെടുക്കുന്ന ജാർ എടുത്തിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവിന് വേണ്ടി മാറ്റം വരുത്താം. ശേഷം ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് വലിയ പഴമാണ്, അഥവാ നേന്ത്രപ്പഴമാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ് ആയതുകൊണ്ട് ഈ ഒരു പഴം മതിയാവും. അപ്പോൾ 2 കപ്പ് വരെ ഈ ഒരു പഴം കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ 2 കപ്പിലേറെ ആണെങ്കിൽ നമുക്കിത് 2 പഴമൊക്കെ ചേർക്കേണ്ടി വരും. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ അതിൻ്റെ അളവിന് പ്രത്യേക കണക്കൊന്നുമില്ല. അത് ഒരുപാട് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് ദോശമാവിന് വേണ്ടി അരച്ചെടുക്കുന്ന ആ രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്കിതിന് മധുരം ഇനി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഹെൽത്തി ആയിട്ട് ചേർക്കാൻ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി അല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിപ്പോൾ നമുക്ക് ദോശമാവിൻ്റെ രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കുന്ന ചട്ടി എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ തവി എടുത്തിട്ട് ദോശ പരത്തിയെടുക്കുന്ന രൂപത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ശേഷം ഇത് തുറന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. കാരണം പഴം കൂടി ചേർത്തുകൊണ്ട് നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇത് പിന്നെ മറിച്ചിട്ട് വേവിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെന്താൽ ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ അടർന്ന് വരും. എന്നിട്ട് ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ മാവ് നമുക്ക് ഇതുപോലെ ചുട്ടെടുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയവർക്കും ചെറുവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. മാത്രമല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.